എനിക്ക് ആര് ജയിച്ചാലും ഒരേപോലെ ഞങ്ങളെ വീട് വീഴാരായിക്കുന്നു. അതിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾ രണ്ടും ആ കീറപ്പരേ കിടക്കുക. ഞങ്ങൾ എപ്പോഴാണ് ജീവൻ പോവുക, എപ്പോഴാണ് വീണിട്ട് പോവുക എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ അവർ പറയുന്നത് BJPക്ക് ചെയ്യാനാണ് പറയുന്നത്. ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആർക്ക് വരും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് നിങ്ങളോട് പറയാമെന്നുള്ളതുള്ളൂ, രാഷ്ട്രീയമായിട്ട് പറയുന്നില്ല. ഓക്കെ, രാഷ്ട്രീയം ആയിട്ടല്ല, നല്ല നിഷ്പക്ഷമായി നിങ്ങൾ നോക്കിക്കാണുന്ന കഴിഞ്ഞ 15 വർഷത്തെ ഇവിടുത്തെ വികസനങ്ങൾ എങ്ങനെ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? വികസനം 15 വർഷത്തെ പറയണ്ട, അയാൾക്കൊന്ന് മാറിക്കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അയാളിപ്പോൾ 15 വർഷമായിട്ട് ഇവിടെ 5 കൊല്ലം കുറ്റിപ്പുറത്തുനിന്ന് 4 തവണ ഇപ്പോൾ തിരഞ്ഞെടുത്ത് പറഞ്ഞയച്ചു. നമ്മളിപ്പോൾ നിഷ്പക്ഷമായിട്ട് പറയണത്, ആൾക്കാർ പറയുന്നത് കേട്ടുമ്പോൾ മാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുക എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. എന്താ ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ? തവനൂരെ ഒരു ചൂടില്ല എന്നുള്ളത് കേൾക്കണേ. ചൂടായിട്ട് കാര്യമില്ല എന്ന് മറ്റവർക്ക് എനിക്ക് തോന്നുന്നത്. കാരണം സാധ്യത 99% ജയിലിൽ കിടക്കുമ്പോൾ പിന്നെ മറ്റൊരു കുറച്ച് കാര്യമില്ലല്ലോ. തോൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തോൽക്കണമായിരുന്നു, ഒരു നന്മകരം കൊണ്ട് നിർത്തിയിരുന്നല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 3000 ചില്ലറ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. അപ്പോൾ അതിലും കൂടുതലോ എങ്ങനെയാണ് നിങ്ങളെ അഭിപ്രായം? ഒരു 15,000 മീതൊക്കെ എന്തായാലും പ്രതീക്ഷിക്കാം 20-ൻ്റെ ഉള്ളിൽ. ജോയി അയക്കുന്നതാണ്. ജോയി അയക്കും. ജലീൽ പറഞ്ഞ് തോൽക്കും. ഓൻ്റെ പ്രവർത്തനം 2-3 കൊല്ലമായിട്ട് ഇവിടെ തീരില്ലല്ലോ. മറ്റേത് ഇവിടെ കല്യാണത്തിനും 15-നൊക്കെ വരുന്ന ആളെയാണ്. ഇപ്രാവശ്യം 2-3 കൊല്ലമായിട്ട് തീരില്ല. ഓൻ ആദ്യം പറഞ്ഞാണല്ലോ ഇവിടെ നിൽക്കൂലെന്ന്. അപ്പോൾ പിന്നെ ഓനങ്ങോട്ട് ബന്ധം എനിക്ക് വളരെ കുറവേന് ഇവിടെ. KTL സുഖമായി ജയിക്കും. 3 പ്രാവശ്യം അവിടുന്ന് ജയിച്ച ആളാണ്. നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നല്ല തന്നെയായിരുന്നു. അതിൽ യാതൊരു തർക്കമില്ല. അതുപോലെ ഭരണം കിട്ടും ചെയ്യും, യാതൊരു തർക്കമില്ല. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് KT ജലീൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇവിടെ വെള്ളത്തിനാണ് ബുദ്ധിമുട്ടുണ്ട്, പാവപ്പെട്ട ജനങ്ങൾക്കാണെങ്കിലും ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണ്. എന്താ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇലക്ഷനൊക്കെ എങ്ങനെ? ഇപ്പം 3 പ്രാവശ്യമായിട്ട് ജലീൽ തന്നെയാണ്. കുറേ അയാൾക്ക് തന്നെ സാധ്യത കാണാനുള്ളത്. അയാളിവിടെ ഒരുപാട് ഇതൊക്കെ ചെയ്തതല്ലേ. അവർക്ക് തന്നെ പിന്നെ ഇവിടെ എല്ലാ വീടുകളും അയാൾ അറിയുന്ന ആളാണ്. എല്ലാവരും ഇവിടെ നിയോജക മണ്ഡലത്തെ എല്ലാ വീടുകളും അതിന് പറ്റിയൊരാളാണ്. മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയ ചൂട് വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനെക്കുറിച്ച് രാഷ്ട്രീയ ചൂടുണ്ട് കേട്ടോ. രാഷ്ട്രീയ ചൂട് കുറവൊന്നുമില്ല. രാഷ്ട്രീയ നല്ല ചൂട് തന്നെ. ഇരു മുന്നണികളും നല്ല ചൂടിലാണ് പോണത്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലൊന്നും സജീവമായിട്ടുള്ള ആളല്ല. പിന്നെ ഇപ്പോൾ നമുക്കതിനൊരു വ്യക്തമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തും ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തും UDFിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. ആ ട്രെൻഡ് വരുമോയെന്നറിയില്ല. അതോ പിന്നെ തുടർഭരണം വേണമെന്ന് വെച്ചിട്ട് മാറുമോയെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ബലാബലാണ്. ജോയി വന്നപ്പോൾ ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട്. അങ്ങനെ ആർക്കും ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ 2 പ്രാവശ്യം ജയിച്ച ആളാണ് അയാൾ. സാധ്യത ഉണ്ട് തോന്നുന്നുണ്ട്. ഇപ്പം 10 വർഷം പോലെ 15 വർഷം പോലെ ആയിട്ട് ഇപ്പോൾ ഇവിടെ KT ജലീലാണ് ഇവിടെ. തുടർന്ന് ഒരു പ്രാവശ്യം MLA, ഒരു പ്രാവശ്യം മന്ത്രി, 2 പ്രാവശ്യം MLA. ഇവിടെ സാധാരണക്കാരനൊരു ഗുണം ഇന്ന് നേരം വരെ ഉണ്ടായിട്ടില്ല. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ ചെമ്പ്രാട്ട റെഗുലേഷൻ ബ്രിഡ്ജിൻ്റെ പദ്ധതി വന്ന് കംപ്ലീറ്റ്ലി ചോർച്ചകളാണ്. അത് ഇന്നീ നേരം വരെ ശരിയായിട്ടില്ല. പിന്നെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ സാധാരണക്കാരനൊരു ഗുണമില്ല. തവനൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് പിൻവലിച്ച് കൊണ്ടുപോയി. ഇതൊക്കെ തന്നെ ഇവിടെ പറയാനുള്ളത്. എന്താ ഇപ്പോൾ 2 കൂട്ടരും നല്ല ടൈറ്റിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ മൊത്തത്തിലൊരു മന്ദഗതിയിലാണ് ഇപ്പോൾ ഉള്ളത്. മന്ദഗതി എന്നുള്ള പറഞ്ഞോട് ഉദ്ദേശിച്ച് ഇവിടെ ഒരു പ്രവർത്തനം കാര്യങ്ങളും നല്ല സാറിൽ നടക്കണില്ല. 2 കൂട്ടരില്ല അതോ? മൊത്തത്തിലൊരു കുറച്ച് പോസ്റ്റ് ഒന്ന് വെച്ച് തന്നെ ഉള്ളൂ. വേറെ പരിപാടികളൊന്നും ഇല്ലാതെ നടക്കില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഉഷാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ജലീലിനെ തോൽപ്പിച്ച് നേതാക്കന്മാരും പാർട്ടിക്കാരും ആരും ഇതില്ല, ഇവിടെ കാണാനില്ല. പൊതുവേ ജനങ്ങൾക്കൊരാഗ്രഹമൊക്കെ ഉണ്ട്, ഭരണമൊക്കെ മാറണത് നല്ലതാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചു പോകും ഭരണം മാറിയില്ലെങ്കിൽ.